ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾസ്. അപ്പോൾ നമ്മൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടും കൊണ്ട് ഷേക്ക് ഉണ്ടാക്കി നോക്കാൻ പോകാം കേട്ടോ. അപ്പം നമുക്ക് ഈ കളറുള്ള ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ട് ഷേക്ക് ഉണ്ടാക്കി കുടിച്ചാൽ എന്താണ് ഒരു ടേസ്റ്റ് എന്ന് നോക്കാം കേട്ടോ. പ്രത്യേകിച്ച് ഡ്രാഗൺ ഫ്രൂട്ടിന് അത്ര നല്ല ടേസ്റ്റ് ഒന്നും ഇല്ലാന്ന് നമുക്കറിയാം, എന്നാലും ചുമ്മാ ഈ കളറിലൊക്കെ കിട്ടുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ജാറിലേക്ക് ഫ്രൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പാലും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള പഞ്ചസാര ഇങ്ങനെ തട്ടി കൊടുക്കുക. ഇനി നമ്മളിത് മിക്സിയിലിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് അങ്ങ് ഷേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി കളറല്ലേ, നല്ല രസമുണ്ടോ കാണാനൊക്കെ, അടിപൊളിയാണ്. ഈ കളർ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് മാതള നാരങ്ങ കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചുമ്മാ അങ്ങനെ വല്ല ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതങ്ങ് കുടിച്ച് നോക്കാം കേട്ടോ. നല്ല കിഡിലൻ കളറാണ്, കളർഫുള്ളാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് കുടിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കുടിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിന് പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഇത് ജ്യൂസ് അടിച്ച് കഴിയുമ്പോഴത്തേക്കും എന്താ പറയുക, അതിൻ്റെ ഒരു ചെറിയൊരു ഫ്ലേവറും പിന്നെ നമ്മുടെ പാലിൻ്റെയും ആ പഞ്ചസാരയുടെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ.